ക്രിസ്മസിനായിട്ട് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ചെടിയുള്ള ഒരു സ്ഥലത്ത് പോലും കയറാതെ അങ്ങനെ ഞാൻ തിരിച്ചു വരുമോ? പോകാൻ പ്ലാൻ ചെയ്തപ്പോഴേ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്റെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. നമ്മളൊക്കെ പൈസ കൂട്ടി വെച്ച് കഷ്ടപ്പെട്ട് മാസത്തിൽ ഒരു തവണ വാങ്ങിക്കുന്ന ചെടികളില്ലേ, അതൊക്കെ ഇവിടെ കൂട്ടം കൂട്ടമായിട്ട് നിപ്പുണ്ടായിരുന്നു. എന്റെ രണ്ട് കൈകളും ഞാൻ അങ്ങേയറ്റം ബന്ധിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കാര്യം എങ്ങാനും അവിടുന്ന് ചെടി വല്ലതും എടുത്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാണക്കേടല്ലേ. ഈ മരത്തിന് ഞാൻ അപ്പൂപ്പ മരം എന്നാട്ടോ പേരിട്ടേക്കുന്നത്. ഈ മരത്തിന്റെ പേരെനിക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ഈ ജപ്പാനിലൊക്കെ കാണുന്ന ചെറി ബ്ലോസം ഇല്ലേ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് വീഡിയോസ് ഒക്കെ എടുത്തു. ഈ കാണിക്കുന്ന പച്ചപ്പരവതാനി വിരിച്ച ഈ സ്ഥലം മുഴുവൻ റോസാപ്പൂക്കളാണ്. പക്ഷെ സീസൺ അല്ലാത്തത് കൊണ്ട് പൂക്കളൊന്നും ഇല്ല, ചെടികൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലാസ് പാലസ് ആണ്. ഇതിനെ പാലസ് എന്ന് വിളിക്കുന്നത് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തിനാണ് സുഹൃത്തുക്കളെ ഈ 4 വശം തുറന്നു കിടക്കുന്ന സ്ഥലത്തെ നമ്മൾ പാലസ് എന്നൊക്കെ വിളിക്കുന്നത്? പക്ഷെ നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ കുറച്ച് എസ്തെറ്റിക് കഴിവുകൾ പുറത്തെടുത്ത് കുറച്ച് ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏക്കറുകളോളം കമന്ന് കിടക്കുന്ന ഈ സ്ഥലം മൊത്തത്തിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് നടന്നു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നടക്കാൻ പറ്റാത്തവർക്ക് അവിടെ മങ്കി റൈഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പ്ലാൻ ചെയ്തത് കൊണ്ട് അത്രയൊന്നും കടന്നു ചിന്തിച്ചില്ല. ഇലച്ചെടികളല്ലാതെ കുറച്ച് പൂച്ചെടികളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ പൂക്കള് അധികം അവിടെ ഇല്ലാത്തത്. പക്ഷേ ഏലച്ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നന്നായിട്ടുണ്ട്. എന്റെ ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിപ്രേമിക്ക് കറക്റ്റ് മനസ്സിലാവും. ബോൺസായി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ ബോൺസായി എന്റെ ടേസ്റ്റ് അല്ല. ഈ സ്ഥലം മൊത്തം നടന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയതെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്റെ കാലൊക്കെ ഒരു പകുതി വെച്ച് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഈ കുന്നിന്റെ മേളിൽ വലിഞ്ഞു കയറി കാണാൻ പറ്റുന്ന അത്രയും സ്ഥലം നമ്മൾ കണ്ണുകൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ശരി, പിന്നെ കാണാം.